എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ വിളക്കുടി വില്ലേജിൽ ഇളമ്പൽ തിരുവഴി എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ 44 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ രവീന്ദ്രൻ പിള്ളയുടെയും ഓമനയമ്മയുടെയും ഏക മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഇപ്പോൾ ഞാൻ സുവിശേഷ വേലയിലായിരിക്കുന്നു. എനിക്ക് സർവശക്തനായ കർത്താവ് യേശുക്രിസ്തു തന്നിട്ടുള്ള കൃപയ്ക്കും കഴിവിനും അനുസരിച്ച് കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ വളരെ സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പൂപ്പൻ, അമ്മുമ്മ, അച്ഛൻ, അമ്മ, ഞാൻ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ അച്ഛനും അപ്പൂപ്പനുമൊക്കെയും സമൂഹത്തിൽ സൽപ്പേരുള്ളവരും കഠിനാധ്വാനികളായ മാതൃകയുള്ള നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്ന നല്ല കർഷകരായിരുന്നു അവർ. എൻ്റെ അപ്പൂപ്പൻ ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജാകർമ്മങ്ങളുമൊക്കെ നിഷ്ഠയോടുകൂടി മുടങ്ങാതെ അനുഷ്ഠിക്കുന്ന ഒരു ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ കുട്ടിക്കാലം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ അപ്പൂപ്പൻ ക്ഷേത്രങ്ങളിലെ നിത്യസന്ദർശകനും ഭാഗവത പാരായണം സ്ഥിരമായി ചെയ്യുന്ന ഒരു ഹൈന്ദവ ഭക്തനായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ ആഗ്രഹം ഞാൻ അറിയപ്പെടുന്ന ഒരു ഭാഗവത പാരായണക്കാരനാകണം, ഒരു ഭാഗവതരാകണം എന്നുള്ളതായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഹൈന്ദവ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നാമജപങ്ങൾ, അങ്ങനെ ക്ഷേത്ര സംബന്ധമായ അനേക വിശേഷ ദിവസങ്ങളിൽ ഭക്തിയോടുകൂടെ ആഘോഷിച്ചതും സന്തോഷത്തോടുകൂടെ അത് കൊണ്ടാടിയതുമൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. എൻ്റെ അപ്പൂപ്പൻ ക്ഷേത്രങ്ങളിലെ നിത്യസന്ദർശകനായിരുന്നു. അങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ച ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു എൻ്റേത്. എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ എൻ്റെ ബാല്യകാലം വളരെ സന്തോഷമായിരുന്നു. വീട്ടിൽ മാന്യമായി ജീവിക്കാനുള്ള ചുറ്റുപാടുകളും 44 വർഷം മുമ്പ് ഇലക്ട്രിസിറ്റിയോട് കൂടിയ ഓടിട്ട പഴയ കുടുംബവും വസ്തുവകകളും നെൽകൃഷിയും റബ്ബറും പുരയിടങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. സന്തോഷത്തോടു കൂടിയുള്ള ജീവിതങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. ബാല്യകാലത്തിൽ നിന്ന് കൗമാരകാലത്തിലേക്ക് കാലെടുത്ത് വെച്ച സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, തീവ്രമായ രോഗത്തിൻ്റെ കാഠിന്യങ്ങൾ, വിടാതെ പിന്തുടരുന്ന ശാപങ്ങൾ, തകർച്ചകൾ, ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, തിക്താനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ നൈരാശ്യങ്ങൾ എനിക്കിപ്പോൾ ഞാൻ കടന്നു വന്ന വഴികൾ എനിക്ക് ഓർമ്മ വരുന്നു. വളരെ ഹൃദയനുറുക്കത്തോടു കൂടി തന്നെയാണ് എൻ്റെ പച്ചയായ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരായ നിങ്ങളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാണ്. എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു വെക്കുന്നു. ജീവിതമാകുന്ന എൻ്റെ അനുഭവങ്ങൾ അതിഭാവുകത്വമില്ല, കൂട്ടിച്ചേർക്കലുകളോ പൊടിപ്പോ തൊങ്ങലോ കൃത്രിമത്വോ ഒന്നുമില്ല. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 38 വയസ്സിനുള്ളിൽ ഞാനെന്ന വ്യക്തി അനുഭവിച്ച തീവ്രമായ ജീവിത അനുഭവങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന, വികലമായ സങ്കല്പങ്ങൾ പല മനുഷ്യൻ്റെ തലച്ചോറുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഇത് ഏതെങ്കിലും ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ സമുദായത്തെയോ വിശ്വാസങ്ങളെയോ കരിവാരിത്തേക്കുവാനോ വ്രണപ്പെടുത്തുവാനോ കുറ്റപ്പെടുത്തുവാനോ അല്ല. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ
പങ്കുവെക്കുമ്പോൾ അതിനൊരു പൂർത്തീകരണം വരണമെങ്കിൽ എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ പിന്നിട്ട ഉപേക്ഷിച്ച പലതിനെയും കുറിച്ച് പറയേണ്ടി വരും. ഒരു മനുഷ്യൻ്റെ സാക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ, അതിനൊരു പൂർണ്ണത കിട്ടണമെങ്കിൽ 3 സ്റ്റേജാണ്. 1, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾ. 2, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ചില കാരണങ്ങളും മുഖാന്തരങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ. 3, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം ഒരു മനുഷ്യനിൽ കടന്നു വന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ, ആ വ്യക്തിയുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ, സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത, ഉത്തരവാദിത്വം, കാരുണ്യം, ആർദ്രത, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സ് തുടങ്ങി എണ്ണിയാൽ തീർക്കാൻ പറ്റാത്ത സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ തുടങ്ങി 3 സ്റ്റേജിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ കടന്നു പോകുന്നത്. വിമർശനങ്ങൾക്കതീതമായി നിഷ്പക്ഷതയോടെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഒരു ഉറപ്പും ബലവും ശക്തിയും ഈ സാക്ഷ്യത്തിലൂടെ ലഭിക്കും. ഞാൻ പിന്തുടർന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ശാപങ്ങളിലും പാപങ്ങളിലും തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകുവാൻ, ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി യത്നിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ, മദ്യപാനത്തിൽ നിന്നും ലഹരിയുടെ പിടിയിൽ നിന്നും ശാപങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് പരിഭ്രാന്തരായി അനേക സ്ഥലങ്ങളിൽ പണം മുടക്കി മോക്ഷത്തിനായി സമാധാനത്തിനായി ഓടിക്കൊണ്ടിരിക്കുന്ന അനേകർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാനും യേശുക്രിസ്തുവിലൂടെയുള്ള ആ പാപമോചനവും ആ നിത്യരക്ഷയും ലഭിക്കുവാനും ഈ സാക്ഷ്യം മുഖാന്തരമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ സന്തോഷകരമായ ആ കുടുംബ പശ്ചാത്തലത്തിൽ ജീവിതത്തിൻ്റെ നാളുകൾ പതുക്കെ പതുക്കെ മുന്നോട്ട് പോയപ്പോൾ കുടുംബത്തിൽ കടന്നു വന്ന രോഗത്തിൻ്റെ കാഠിന്യങ്ങൾ നന്നേ ചെറുപ്പത്തിൽ, എൻ്റെ കുട്ടിക്കാലത്താണെന്ന് ഞാൻ ഓർക്കുന്നു, അതോ ഞാൻ ജനിക്കുന്നതിന് മുമ്പാണെന്നോ, എൻ്റെ അച്ഛൻ്റെ അനുജൻ ഒരു ചിറ്റപ്പൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്നു. നിസ്സാര കാരണത്താൽ അദ്ദേഹം പട്ടാളത്തിൽ വെച്ച് നന്നേ ചെറുപ്പത്തിൽ ആത്മഹത്യ ചെയ്ത ഒരു ദുർമരണം എൻ്റെ കുടുംബത്തിലുണ്ടായി. അതിനുശേഷം സമാധാനമായി സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ബാല്യത്തിൽ നിന്ന് ഞാൻ കൗമാരത്തിലേക്ക് എൻ്റെ കാലുകൾ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛന് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്ന മാരകമായ ഒരു രോഗം പിടിപെട്ടു. പാർക്കിൻസോണിസം എന്നും ആ രോഗത്തിന് പേരുണ്ട്. പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ ഡോക്ടറാണ് ഈ രോഗം കണ്ടുപിടിച്ചത്. അതായത് മനുഷ്യൻ്റെ ശരീരത്തിൽ തലച്ചോറിൽ നിന്ന് വരുന്ന ആ കമാൻഡുകളെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കാതെ മണിക്കൂറുകളോളം വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. നീണ്ട 20 വർഷക്കാലം ആ മാരകമായ രോഗത്തിൻ്റെ പിടിയിൽ അമർന്നു നല്ല ആരോഗ്യദൃഢഗാത്രനും നല്ല കർഷകനുമായിരുന്ന എൻ്റെ അച്ഛൻ ദുർബലനായി വിറച്ചും വീണും അനേക വർഷങ്ങൾ തള്ളി നീക്കിയ നരകതുല്യമായ ജീവിതം നയിച്ചത് വളരെ വേദനയോടുകൂടി ഒരു മകനെന്നുള്ള നിലയിൽ എനിക്കിപ്പോൾ ഓർത്തെടുക്കുവാൻ കഴിയും. ഇത്തരം രോഗങ്ങൾ ലോകത്തൊരു മനുഷ്യനും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അച്ഛൻ അനുഭവിച്ച തീവ്രമായ അനുഭവങ്ങൾ, വേദനകൾ, രോഗത്തിൻ്റെ കാഠിന്യം, വീട്ടിലുണ്ടായ സാമ്പത്തിക തകർച്ചകൾ, എൻ്റെ അപ്പൂപ്പൻ്റെ മരണം, അമ്മൂമ്മയുടെ മരണം, നന്നേ ചെറുപ്പത്തിൽ തന്നെ രോഗിയായി തീർന്ന അച്ഛൻ, നിസ്സഹയായ എൻ്റെ അമ്മ, കുടുംബത്തിൽ വരുമാനങ്ങൾ നഷ്ടപ്പെട്ടു, പതുക്കെ പതുക്കെ വീടും സ്ഥലങ്ങളുമൊക്കെയും വിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം,
കൗമാരകാലത്തിൽ നിന്ന് യൗവനത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. നന്നായി ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ മിടുക്കനായിരുന്നു. പഠിക്കുവാനുള്ള കഴിവും നന്നായി ചിത്രം വരയ്ക്കുവാനുള്ള ടാലന്തുകളും നല്ല കയ്യക്ഷരവും നന്നായി ക്രിക്കറ്റ് കളിക്കുവാനുള്ള പ്രത്യേക സിദ്ധികളുമൊക്കെ എനിക്കുണ്ടായിരുന്നു. സമൂഹവും ബന്ധുക്കളും പഠിപ്പിച്ച അധ്യാപകരും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഞാൻ നല്ലൊരു ഉദ്യോഗസ്ഥനായി നല്ലൊരു വ്യക്തിത്വമായി മാറുമെന്ന് വിശ്വസിച്ചിരുന്നു. നിഷ്കളങ്കമായിരുന്നു എൻ്റെ ബാല്യം. എൻ്റെ ജീവിതത്തിൽ കൗമാരകാലത്തിൽ ഞാൻ അനുഭവിച്ച പരുക്കൻ ചില അനുഭവങ്ങളാണ് പിൽക്കാലത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. 8ാം ക്ലാസ്സിൽ ട്യൂഷൻ പഠിക്കുവാൻ വിട്ടപ്പോൾ ആ അധ്യാപകൻ്റെ ചില പ്രവൃത്തികളാണ് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നത്. കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എന്താണെന്നത് ഊഹിച്ചെടുക്കുക. ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഞാനൊരു ഡോക്ടറായി കാണണമെന്നുള്ളതായിരുന്നു. പഠിക്കുവാൻ പുസ്തകമെടുക്കുമ്പോൾ ആ പുസ്തകത്തിൽ മയങ്ങി വീഴുകയും പഠിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്കും ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും അത്തരം ചിന്തകളിലേക്കൊക്കെ പതുക്കെ ഞാൻ നടന്നു. ഞാൻ കണ്ട സിനിമകളിലെ സ്വാധീനവും പ്രായത്തിൻ്റെ ആവേശവും കൂട്ടുകാരുടെ പ്രേരണയും പലരുടെയും സ്നേഹത്താലുള്ള നിർബന്ധവും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ കൂട്ടുകാരുടെ മുന്നിൽ ഹീറോയാകുവാനുമൊക്കെ പതുക്കെ ബിയറും മദ്യവും ലഹരിയും സിഗരറ്റ് വലിയും പാൻപരാഗും കഞ്ചാവ് തുടങ്ങിയ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് ഞാൻ പതുക്കെ കടന്നു. ജീവിതത്തിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങൾ, അനേക നാളുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ ഉത്തരവാദിത്വമില്ലാത്തവനായി, ഒരു നിഷേധിയായി, അഹങ്കാരിയായി, കടമകൾ നിർവഹിക്കാൻ കഴിയാത്തവനായി, പൂർണ്ണ മദ്യപാനിയായി, ലഹരിക്കടിമപ്പെട്ട് ആരെയും അനുസരിക്കാത്ത, അമ്മയെപ്പോലും പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു സ്വഭാവത്തിനുടമയായി പതുക്കെ സമൂഹത്തിനും ബന്ധുക്കൾക്കും ഒരു തലവേദനയായി മാറി എൻ്റെ ജീവിതം. വിദ്യാഭ്യാസം പാടെ തകർന്നു. കഷ്ടിച്ച് SSLC പാസ്സായി പ്രീ ഡിഗ്രിയോടുകൂടി വിദ്യാഭ്യാസം തകർന്നു. മദ്യപിച്ചും സിനിമ കണ്ടും കൂട്ടുകൂടിയും ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമില്ലാത്തവനായി, ഒരു ചരട് പൊട്ടിയ പട്ടം പോലെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ദിശാബോധം നഷ്ടപ്പെട്ടവനായി അനേക വർഷക്കാലം ആർക്കും വിധേയപ്പെടാൻ പറ്റാത്ത മുൻകൂപമുള്ളൊരു സ്വഭാവത്തിൽ ഞാൻ ജീവിച്ചു. ബന്ധങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയി. എൻ്റെ മാതാപിതാക്കൾക്ക് എന്നിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. നല്ലൊരു മനുഷ്യനായി, നല്ലൊരു ഡോക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കളുടെ മുന്നിൽ ഒരു അഹങ്കാരിയും ഒരു ധിക്കാരിയും ഒരു വലിയ പ്രശ്നക്കാരനുമായി ഞാൻ ആ സമൂഹത്തിൽ മാറി. നിരന്തരമായ പ്രശ്നങ്ങളും വഴക്കുകളും പോലീസ് കേസുകളുമൊക്കെയായി ജീവിതത്തിൻ്റെ ഒരു തകർച്ച അവിടെ തുടങ്ങിയായിരുന്നു. ഹൈന്ദവ തീവ്രാഭിമുഖ്യമുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, അവരിൽ നിന്ന് കൗമാരകാലത്തിൽ വീണ് കിട്ടിയ ആശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പതുക്കെ തീവ്രമായ ആശയങ്ങൾ വളർന്നു പന്തലിച്ച് ക്രിസ്ത്യാനികളോടും പാസ്റ്റർമാരോടും വിശ്വാസി സമൂഹത്തോടുമുള്ള ഒരു വലിയ എതിർപ്പ് എന്നിൽ രൂപാന്തരപ്പെട്ടു വന്നു. വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും പലപ്പോഴും ഞാനത് പുറത്തെടുക്കുകയും പ്രാർത്ഥനയ്ക്ക് പോകുന്ന വിശ്വാസികളെ കളിയാക്കുകയും പാവപ്പെട്ട ദൈവമക്കളെ ഉപദ്രവിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം, ഒരു ഭൂതകാലം എനിക്കിപ്പോൾ ഓർത്തെടുക്കുവാൻ കഴിയും. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ തയ്യൽക്കടയിൽ നിരന്തരമായി ശല്യം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കടയുടെ ബോർഡ് എറിഞ്ഞു തകർക്കുകയും പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞു വല്ലാതെ ഞാൻ കളിയാക്കുകയും ചെയ്തിരുന്നു. വീട്ടിലെടുത്തുകൊണ്ട് വന്നിരുന്ന ജോർജ് ചായൻ പോസ്റ്റ്മാൻ ഒരു പെന്തക്കോസ്ത് വിശ്വാസി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം ബൈക്ക് ഓടിച്ച് കടന്നു വരുമ്പോൾ വഴിയിൽ കല്ലുകൾ പറക്കി വെക്കുകയും ഒരു പെന്തക്കോസ്ത് പള്ളിയുടെ സമർപ്പണത്തിന്
പാസ്റ്റർമാരോ കടന്നു പോകുമ്പോൾ മനഃപൂർവ്വമായി പ്രശ്നങ്ങളുണ്ടാക്കി അവരുടെ വഴി തടസ്സപ്പെടുത്തുകയും ഇങ്ങനെ നിരന്തരമായി പെന്തക്കോസ്ത് സമൂഹത്തിനെതിരെ, ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഞാൻ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അവരെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നിരന്തരം പ്രശ്നങ്ങളിലകപ്പെട്ടു, കേസുകളിലകപ്പെട്ടു, അയൽപക്കങ്ങളെയൊക്കെ, ക്രിസ്ത്യാനികളെ ശരിക്കും ഞാൻ ഉപദ്രവിച്ചു, ക്രൂരമായി അവരെ ഉപദ്രവിച്ചു, എൻ്റെ വാക്കുകൾ കൊണ്ട് അവരെ മുറിവേൽപ്പിച്ചു. ഇങ്ങനെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയി. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഞാൻ അനുഭവിച്ചിട്ട് വർഷങ്ങൾ ആയി, മാസങ്ങളായി. മദ്യമില്ലാതെ ഉറങ്ങുവാൻ പറ്റാത്ത ദിനരാത്രങ്ങൾ, ഒന്ന് ശാന്തമായി ഉറങ്ങുവാൻ കൊതിച്ച രാത്രികൾ അനേകമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ നട്ടെല്ലായി താങ്ങായി തീരേണ്ട ഏക മകനായ ഞാൻ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് സാമൂഹ്യ തിന്മകളിൽ പിടിയിലായി തകർന്നുകൊണ്ടിരിക്കുന്ന ദയനീയാവസ്ഥ കണ്ട് എൻ്റെ അമ്മ ഒത്തിരി കരഞ്ഞ് കരഞ്ഞ് ഇരിക്കുന്ന രാത്രികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലൊരു നല്ല മനുഷ്യനായി തീരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. കൂട്ടുകാർ പലരും നല്ല ജോലി ചെയ്ത്, വിദ്യാഭ്യാസം ചെയ്ത് രക്ഷപ്പെട്ട് ജീവിക്കുന്നു. അടുത്ത് താമസിക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസികളായ കുഞ്ഞുങ്ങളുടെ നല്ല സ്വഭാവവും അവരുടെ നല്ല പെരുമാറ്റവും മാതൃകയും കണ്ട് പലപ്പോഴും അസൂയോടെ ഞാൻ അവരെ വീക്ഷിക്കാറുണ്ട്. ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? എൻ്റെ കുടുംബത്തിൽ മാത്രം എന്താണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ? ജീവിതത്തോടും സമൂഹത്തോടും എനിക്ക് വലിയ വെറുപ്പായി മാറി. കാരണം ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നുള്ള ചിന്ത എന്നിൽ പിടിമുറുക്കി. വിദ്യാഭ്യാസം പാടെ തകർന്നു, ലഹരിക്ക് പൂർണ്ണമായും അടിമപ്പെട്ടു. നീണ്ട 20 വർഷക്കാലം മാരകമായ പാർക്കിൻസൺ രോഗത്തോട് മല്ലുപിടിച്ച് എൻ്റെ അച്ഛൻ അവശനായി തീർന്നു. എഴുന്നേറ്റ്, പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളിൽ എൻ്റെ അച്ഛന് ഗുളിക വാങ്ങിക്കുവാൻ അയൽപക്കങ്ങൾ, എൻ്റെ അമ്മ കയറി ഇറങ്ങേണ്ട അവസ്ഥകളുണ്ടായി. അടുത്തുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഗുളിക വാങ്ങിക്കാൻ സഹായിച്ചു. എൻ്റെ സ്വഭാവം കൊണ്ട് ബന്ധുക്കൾ പൂർണ്ണമായും എന്നിൽ നകന്നു. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരിൽ നിന്നൊരു സഹായം എനിക്ക് ലഭിക്കാതെയായി. ജീവിതത്തിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഈ സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിനായി ഈ ശാപങ്ങളിൽ നിന്ന്, ഈ രോഗത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന്, ഈ ദുരിതപൂർണമായ അവസ്ഥകളിൽ നിന്നൊരു മോചനം ലഭിക്കുവാൻ, ഒരു മാറ്റം ലഭിക്കുവാൻ ഞാൻ വിശ്വസിച്ച ഹൈന്ദവ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പൂജാകർമ്മങ്ങളിലും ഉപാസനാമൂർത്തികളെയും ദേവീദേവന്മാരെയും ഞാൻ ആശ്രയിച്ചു. ഇങ്ങനെ എണ്ണിയാൽ തീർക്കാൻ പറ്റാത്ത പൂജകളും കർമ്മങ്ങളും ഞാൻ നടത്തി. പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപ പൂജകൾക്കും ക്ഷേത്ര ദർശനങ്ങൾക്കും കാണിക്കകൾക്കും വഴിപാടുകൾക്കും ജീവിതത്തിൽ മുടക്കി. കേരളത്തിലെ പേരുകേട്ട പ്രശസ്തന്മാരായ അവരുടെ പേരുകൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ജ്യോതിഷന്മാരുടെ അടുത്ത്, അപ്പോയിൻമെൻ്റ് എടുത്ത് പല പ്രാവശ്യം പല ദിവസങ്ങളിൽ ദൂരെ ദൂരെ കേരളത്തിൻ്റെ പല ജില്ലകളിലും പോയി മണിക്കൂറുകൾ കാത്തുനിന്ന് കവടി നിരത്തി അവർ പറയുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർ എഴുതിത്തരുന്ന ലിസ്റ്റുമായി അനേക ക്ഷേത്രങ്ങളിൽ കടന്നുപോയി. വീണ്ടും ഒരുപാട് പൂജകളും കർമ്മങ്ങളും ഹോമങ്ങളും നിരന്തരമായി ഞാൻ ചെയ്തു. പക്ഷെ ജീവിതത്തിൽ ഇത്തരം പൂജകളും കർമ്മങ്ങളും യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ചെലവാക്കുമ്പോഴും ചെയ്യുമ്പോഴും ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ എനിക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ പ്രശ്നസങ്കീർണമായി ഞാൻ മാറി. പാപത്തിൻ്റെ ആ കുഴഞ്ഞ ചേറ്റിൽ ഞാൻ താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു. ആശ്വാസത്തിൻ്റെ ഒരു വാക്കുകൾ, സാന്ത്വനത്തിൻ്റെ ഒരു മൃദുസ്പർശം എൻ്റെ കൂട്ടുകാരിൽ നിന്ന്
ഞാൻ സഹകരിക്കുന്ന വ്യക്തിജീവിതങ്ങളിൽ നിന്നോ സമുദായത്തിൽ നിന്നോ സമുദായ സംഘടനകളിൽ നിന്നോ എനിക്ക് ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ ക്രൂരമായ വന്യമായ സ്വഭാവം കൊണ്ടും എന്നെ ഒരുപക്ഷെ ഭയന്നും അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും അവരൊക്കെയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഈ സമയങ്ങളിൽ ജീവിതത്തിൽ അനേക ജോലികളിൽ ഞാൻ ചെയ്തു. ഏതാണ്ട് 25-ൽ പരം ജോലികൾ ഞാൻ ചെയ്തു. ആധാരം എഴുത്ത് മുതൽ ഫോർമാന് സൂപ്പർവൈസർ, സെക്യൂരിറ്റി സൂപ്പർവൈസർ, മെഡിക്കൽ സ്റ്റോർ, ഇൻസ്റ്റാൾമെന്റ് കളക്ഷൻ, സിനിമയിൽ ഒരു കൈ നോക്കി, രാഷ്ട്രീയം, റിയൽ എസ്റ്റേറ്റ്. ഞാൻ ഏതൊക്കെ മേഖലകളിൽ കൈവച്ചു അതൊക്കെ തികഞ്ഞ പരാജയമായി മാറി. ഒരു രൂപ പോലും ജീവിതത്തിൽ എനിക്ക് സമ്പാദിക്കാനോ നേടിയെടുക്കുവാനോ കഴിഞ്ഞില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ പല ജ്യോതിഷന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞതനുസരിച്ച് താമസിക്കുന്ന കുടുംബത്തിൻ്റെ തറവാടിൻ്റെ ദോഷമാണ്, വാസ്തുദോഷമാണ്, വാസ്തുദോഷം മാറാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രാഹ്മണരുടെ ഭൂമിയായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചത് കൊണ്ട് ബ്രാഹ്മണ ശാപമുണ്ട്, അപ്പോൾ അത് വിറ്റ് മാറി വേറെ എവിടെയെങ്കിലും പോയി വാങ്ങണം. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ, വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ വന്നപ്പോൾ വീട് വിറ്റ് മാറുവാൻ തീരുമാനിച്ചു. കൂടെ കൂടിയ സ്നേഹിതന്മാരിൽ പലരും തന്ത്രപരമായി എന്നെ ഒരു തരത്തിൽ ചൂഷണം ചെയ്യുകയായിരുന്നു. ലക്ഷക്കണക്കിന് വില വരുന്ന വസ്തുവകൾ ചുളുവിലയ്ക്ക് അവർ മദ്യവും മറ്റും തന്ന് കൈക്കലാക്കി. എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്തവനായി. വീടുകൾ വിറ്റു 2-3 മാറി. ചെല്ലുന്നിടത്തൊക്കെയും പ്രശ്നങ്ങളുടെ വലിയൊരു കൂമ്പാരം എന്നെ തേടി വന്നു. സമാധാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല 38 വർഷത്തിനിടെ. ചെയ്ത ജോലികളും കൈവച്ച മേഖലകളൊക്കെയും തികഞ്ഞ പരാജയമായി മാറി. മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. സാമൂഹ്യ തിന്മകൾ, അതിൽ ഞാൻ വ്യാപൃതനായി. ശരീരത്തിൻ്റെ, ജഡത്തിൻ്റെ സന്തോഷത്തിനും നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് വൃഥ അധ്വാനിച്ചു. യാതൊരു ലക്ഷ്യബോധമില്ലാത്ത, സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ഒരു കാഴ്ചപ്പാട് മനോഭാവമായിരുന്നു. എങ്ങനെയെങ്കിലും മദ്യം കുടിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇതൊക്കെയായിരുന്നു ജീവിതം. പലപ്പോഴും 2 സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവസ്ഥ എന്താകും? ഞാൻ പറഞ്ഞു, പലരും ചെയ്യുന്നത് പോലെ അവസാനം ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുക. അങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. മുങ്ങിച്ചാകുവാൻ പോകുന്ന ഒരു മനുഷ്യൻ്റെ കച്ചിത്തുരുമ്പ് പോലും ആശ്വാസമാണ്. ആശ്വാസം ലഭിക്കുവാൻ ഓടി നടന്നു. അറബിക് ജ്യോതിഷം, അങ്ങനെയുള്ള വ്യക്തികളെ സമീപിച്ചു. അവിടെയും പോയി അവരുടെ ചില കർമ്മങ്ങൾ ചെയ്തു. ദർഗകൾ സന്ദർശിച്ചു. കുരിശടികളിൽ മെഴുകുതിരി കത്തിച്ചു. പത്തനാപുരത്തോട്ട് പോകുന്ന വഴി, പത്തനാപുരം കഴിഞ്ഞിട്ടൊരു അവിടെ ധ്യാനം കൂടുന്ന ഒരു സ്ഥലമുണ്ട്, പേര് ഞാൻ മറന്നു. അവിടെയും പോയി ധ്യാനം കൂടി. യാത്രകൾ, തീർത്ഥാടന യാത്രകൾ, മോക്ഷം തേടിയുള്ള, സമാധാനം തേടിയുള്ള, ദൈവങ്ങളെ തേടിയുള്ള യാത്രകൾ. ദൈവങ്ങളെ തേടി അനേക സ്ഥലങ്ങളിൽ പോയി. ചിലയിടത്ത് ചെല്ലുമ്പോൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും. കൂടുതൽ പൈസ കൊടുത്താൽ അടുത്ത് നിന്ന് ദൈവത്തെ കാണും. ചില സ്ഥലങ്ങൾ ഒരു ദേവൻ അടുത്ത് നിൽക്കുമ്പോൾ മറ്റൊരാൾ അകന്നു നിൽക്കുന്നു. ജ്യോതിഷന്മാരെ തേടി നിരന്തരമായൊരു പ്രയാണമായിരുന്നു. ബുധൻ ഒന്ന് അനുകൂലമാകുമ്പോൾ കേതു പ്രതികൂലമാകും. അനുകൂലവും പ്രതികൂലവുമായി ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ 38 വർഷങ്ങൾ കടന്നുപോയി. ഞാൻ വിശ്വസിച്ച, ഞാൻ ഉപാസിച്ച,
ദൈവീ ദേവന്മാർക്ക് ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല. പതുക്കെ പതുക്കെ ദൈവത്തിലുള്ള വിശ്വാസം എന്നിൽ നഷ്ടപ്പെട്ടു. എവിടെ നിന്നോ കിട്ടിയ കേരളത്തിലെ യുക്തിവാദികളുടെ തലതൊട്ടപ്പനായിരുന്ന ജോസഫ് ഇടമറുകിൻ്റെയും സനൽ ഇടമറുകിൻ്റെയും തിരഞ്ഞെടുത്ത യുക്തിവാദ ലേഖനങ്ങളെന്ന പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. അത് വായിച്ചപ്പോൾ അതിലെന്തോ പൊരുത്തക്കേട് കണ്ടൊരിക്കൽ മദ്യപിച്ചിട്ട് വന്ന് ആ പുസ്തകം മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു കളഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ഇതിനിടയിൽ 2 പ്രാവശ്യം ഗൾഫിൽ പോയി. കയ്യിൽ ചരടുകൾ ജപിച്ചു കെട്ടി, നവരത്ന മോതിരങ്ങൾ ധരിച്ചു, ജന്മനക്ഷത്ര കല്ല് ജപിച്ച മോതിരങ്ങൾ ധരിച്ചു, തേങ്ങായുരുട്ടി നോക്കി, ആവണങ്ങാട്ട് കളരി പോലെയുള്ള തൃശ്ശൂരിലെ അതിപ്രധാന ശാസ്ത്രൻ സേവാ കേന്ദ്രങ്ങളിൽ കടന്നുപോയി. കേരളത്തിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ, കാവുകൾ, മഹാക്ഷേത്രങ്ങൾ, കുടുംബ പരദേവതാ ക്ഷേത്രങ്ങൾ ദർശനങ്ങൾ നടത്തി. കടം വാങ്ങിച്ച പൈസയുമായി അനേക സ്ഥലങ്ങളിൽ പോയി. എവിടെയും എനിക്കൊരു സമാധാനം ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നെപ്പോലെ ഞാൻ വിട്ടിട്ട് വന്ന പാരമ്പര്യത്തിലും വിശ്വാസ പ്രമാണങ്ങളിലും ശാപങ്ങളിലും നശിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതത്തിൻ്റെ രക്ഷയ്ക്ക് ദുർമന്ത്രവാദങ്ങളിലും ആഭിചാരങ്ങളിലും ജാതീയമായ ഉച്ചനീചത്വങ്ങളിലും നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ രക്ഷയ്ക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം മാത്രമേ അതിന് ഉപകരിക്കുകയുള്ളൂ. ഈ സുവിശേഷം കടന്നു ചെന്ന വ്യക്തിജീവിതങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, വലിയ മാറ്റങ്ങൾ അവിടെ വന്നു. കുറ്റകൃത്യങ്ങൾ മാറി. പോലീസ് സ്റ്റേഷനുകളിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറഞ്ഞു, മദ്യപാനം കുറഞ്ഞു, ചീട്ടുകളി മാറി, ഡാൻസ് ബാറുകൾ മാറി. കുടുംബത്തിൽ സമാധാനം വന്നു നിറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു: ഈ ലോകവും ഇതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. താൻ ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവനെന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിലൊക്കെയും കുടിയിരുപ്പാൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ആമേൻ, സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ പലതും ഞാൻ ചെയ്തു. കൂടുതൽ ഞാൻ തകർന്നുകൊണ്ടേയിരുന്നു. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. വീടിൻ്റെ ദോഷമാണെന്ന് പറഞ്ഞു കേരളീയ വാസ്തു പ്രകാരമുള്ള പലതും ചെയ്തു. ചൈനീസ് ഫെങ്ഷൂയെ ആശ്രയിച്ചു. വിങ്ചിങ് വാങ്ങിച്ചിട്ട് പക്വാമിററുകൾ തൂക്കി മണ്ണ് കൊണ്ടുപോയി പൂജിച്ചു പലതും ചെയ്തു. ഒരു രക്ഷയും കിട്ടിയില്ല. പാരമ്പര്യമായി കിട്ടിയ വസ്തുവകൾ പലതും കൈവിട്ടുപോയി. കൂടുതൽ കടക്കാരനായി മാറി. സമാധാനം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു മരീചികയായി. എൻ്റെ അമ്മ നീണ്ട 20 വർഷത്തെ അച്ഛനെ ശുശ്രൂഷിച്ച് ഒരു ഭാര്യ എന്നുള്ള നിലയിലുള്ള കടമകൾ ചെയ്ത് എൻ്റെ അമ്മ രോഗിയായി മാറി. ഞാൻ തികഞ്ഞ മദ്യപാനിയായി. എല്ലാവരാലും വെറുക്കപ്പെട്ടു. സമൂഹവും സമുദായവും ബന്ധുക്കളും മുദ്രകുത്തി, ഇവൻ ഒരിക്കലും ഗതി പിടിക്കുകയില്ല എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു ജീവിതമായിരുന്നു എൻ്റെത്. ഗൾഫിൽ പോയി. വലിയ പ്രതീക്ഷകളുമായി പോയി. 30-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. ഞാൻ ഗൾഫിൽ കടന്നുപോയി. അവിടെയും തകർച്ചകൾ മാത്രം. പാസ്പോർട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ, ജോലി ലഭിക്കുന്നില്ല. വളരെ നിരാശയായിരുന്നു എൻ്റെ അവസ്ഥ. വിവാഹം കഴിഞ്ഞ് ഏകദേശം 5 വർഷം പൂർത്തിയായി. ഞാനും ഭാര്യയും ഇങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അടുത്തുള്ള ഒരു ചേച്ചി വന്നിട്ട് എൻ്റെ ഭാര്യയോട് ചോദിച്ചു: മകളെ, എന്തുണ്ട് വിശേഷം? നാട്ടിലെവിടെയാണ്? നിനക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ വേദനയോടെ പറഞ്ഞു, മക്കളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഞങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഞങ്ങളുടെ റൂമിലൊരു പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ കടന്നു വരുവാൻ പറഞ്ഞു. വളരെ താല്പര്യത്തോടെ ഞാനും ഭാര്യയും കടന്നുപോയി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥന കേൾക്കുവാൻ കഴിയുന്നവൻ മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയുന്ന സർവശക്തനാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കോമളത്വമുള്ള ഒരു ആൺകുഞ്ഞിനെ കർത്താവായ യേശുക്രിസ്തു കൃപയാൽ തന്നു. ഇന്ന് എൻ്റെ മകൻ 9 വയസ്സുണ്ട്, മിടുക്കനാണ് കൃപയാൽ. അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സുവിശേഷം ഞാൻ കേട്ടിട്ടുണ്ട്. സുവിശേഷകരോട് എനിക്ക് വിരോധമായിരുന്നു. യേശുക്രിസ്തുവിനെ കേട്ടിട്ടുണ്ട്. പാപത്തെക്കുറിച്ച് പറയുമ്പോൾ, ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പുച്ഛമായിരുന്നു. ഞാൻ അവരെ കളിയാക്കിയിരുന്നു. സുവിശേഷം ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. എൻ്റെ വീടിനടുത്ത് ക്രിസ്ത്യാനികളായിരുന്നു. അവരാരും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. പെന്തക്കോസ്ത് പാസ്റ്റർമാർ കവലകളിൽ വന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, പഴയ നിയമം തന്നിട്ടുണ്ട്. അവരെ ഞാൻ കളിയാക്കി പുച്ഛത്തോടെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഗൾഫിൽ വെച്ച് പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ വെച്ച് എനിക്കൊരു കുഞ്ഞിനെ തന്നു. വീണ്ടും ഞാൻ അവിടെ നിന്ന് കടന്നു വന്നു. വീണ്ടും ഗൾഫിൽ പോകാനൊരു അവസരം കിട്ടി. വീണ്ടും ഞാൻ കടന്നു വന്നു. അവിടെ വെച്ച് ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ എന്നെ സ്നാനപ്പെടുത്തുവാൻ അവർ തീരുമാനിച്ചപ്പോൾ ഞാൻ മനസ്സായിരുന്നു. പക്ഷേ ഭാര്യയുടെ നിർബന്ധപ്രകാരം വീണ്ടും അതിൽ നിന്ന് മാറി പഴയ പാരമ്പര്യത്തിലേക്ക് കടന്നുപോയി. മദ്യപാനവും പ്രശ്നങ്ങളും കൂടിക്കൂടി വന്ന് വീണ്ടും ഗൾഫിൽ പോകാൻ ഒരവസരം കിട്ടി. കാതങ്ങൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിലിരുന്ന് ആരോ പറയുന്നു, മകനെ ഉണ്ണികൃഷ്ണ, നീ എവിടെ പോയാലും നിനക്കൊരു സമാധാനം കിട്ടില്ല. ഞാനാണ് വഴിയും സത്യവും ജീവനും. അന്ന് എനിക്ക് മനസ്സിലായത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്നോട് സംസാരിക്കുന്നതെന്ന്. പക്ഷേ ഒരു ഹൈന്ദവ നായർ പശ്ചാത്തലം വിട്ട് ഒരു പെന്തക്കോസ്തുകാരനായി ഒരു ക്രിസ്തു അനുയായിയായി ജീവിക്കുന്നത് വളരെ ദുർഘടമാണ്, വളരെ പ്രതിസന്ധികളാണ്. സമൂഹത്തിൽ ഒറ്റപ്പെടും. ചിലപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ടാവും. നിന്ദകളും പരിഹാസങ്ങളും അവഗണനകളും ഏൽക്കേണ്ടി വരും. അത് താങ്ങുവാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ യാത്ര ചെയ്തു. ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോയി പലതും ചെയ്തു മടങ്ങി വന്നു. ഗൾഫിൽ പോയി. വീണ്ടും നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായി പൂർണ്ണമായും മദ്യത്തിനടിമപ്പെട്ട് കമ്പനിയിൽ നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നു. വിസ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വന്നു. വിസ ക്യാൻസൽ ചെയ്ത് അവർക്ക് കൊടുക്കുവാൻ പൈസ പോലുമില്ല. പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചു. ഞാൻ സേവിച്ച, ഞാൻ ഉപാസിച്ച, ഞാൻ പൂജിച്ച 38 വർഷം ഞാൻ പിന്തുടരുന്ന ദേവീദേവന്മാരുടെ പേരുകൾ പറഞ്ഞ് ഞാൻ നിലവിളിച്ചു. നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ രക്ഷിക്കാൻ കഴിയുമോ? അവരാരും എൻ്റെ ശബ്ദം കേട്ടില്ല. ഒരാശ്വാസത്തിൻ്റെ വാക്കുകൾ അവരിൽ നിന്ന് എനിക്ക് വന്നില്ല. 115 സങ്കീർത്തനം 4 തൊട്ട് 8 വരെ പറയുന്നുണ്ട്. ജാതികളുടെ ദേവന്മാർ അത് വെള്ളിയും പൊന്നുമത്രേ. കണ്ണുണ്ട് കാണുന്നില്ല, മൂക്കുണ്ട് ശ്വസിക്കുന്നില്ല, വായുണ്ട് സംസാരിക്കുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, കാലുകൊണ്ട് നടക്കുന്നില്ല. ആമേൻ, സ്തോത്രം. അവയെ ഉണ്ടാക്കുന്നവരെല്ലാം അങ്ങനെ തന്നെ. അന്യദൈവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. എൻ്റെ നിലവിളി കേൾക്കാൻ കഴിയാത്ത, എൻ്റെ കണ്ണുനീരൊപ്പാൻ കഴിയാത്ത, ആപത്ത് ഘട്ടങ്ങളിൽ എന്നെ സഹായിക്കാൻ കഴിയാത്ത, ഞാൻ വിശ്വസിച്ച, പിന്തുടർന്ന, സേവിച്ച ഉപാസമൂർത്തികളെ വിടുവാൻ അവിടെ വെച്ച് ശക്തമായ പ്രേരണ എൻ്റെ ഹൃദയത്തിലുണ്ടായി. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യന്റെ സംരക്ഷണം വേണ്ട. എന്താണ് നമ്മുടെ ദൈവസങ്കല്പം? നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തെയാണോ നമുക്ക് വേണ്ടത്? നമ്മൾ സുരക്ഷിതത്വം കൊടുക്കേണ്ട, തോക്കുമായി കാവൽ നിൽക്കേണ്ട, പാറാവ് നിൽക്കേണ്ട, ഇടിമിന്നലിന്റെ കീഴിൽ മിണ്ടാതെ ഇരിക്കുന്ന മൗനി ബാബയാണോ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം? ഇടിപൊട്ടിക്കുന്നവനെ വെടി വെച്ച് നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുമോ? കടലോളം എണ്ണ കടലിന്റെ അടിയിൽ കരുതിയവൻ എത്ര ദൂരം എണ്ണ കൊടുത്ത് നമ്മൾ തൃപ്തിപ്പെടുത്തും? എന്നെ കേൾക്കുന്ന പ്രിയരെ, CCTV വേണോ ദൈവത്തിന്? വേണ്ട. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ, പ്രപഞ്ച സൃഷ്ടാവായ സത്യദൈവത്തിൻ്റെ ദിവ്യത്വവും അവൻ്റെ ദിവ്യശക്തിയുമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വന്നു. അവൻ്റെ ദൈവമെന്നറിച്ചിട്ടും മഹത്വീകരിക്കുകയോ ബഹുമാനം കൊടുക്കുകയോ ചെയ്യാതെ തങ്ങളുടെ സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥരായിപ്പോയി.
ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസദൃശ്യമാക്കി ഭജിച്ചു. പട്ടിയും പാമ്പും കുരങ്ങും പോത്തും കഴുതയും പശുവുമല്ല ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിച്ചു, എന്നെ രക്ഷിപ്പാൻ അവരാരും ഇറങ്ങി വന്നില്ല. ആ സമയത്ത് ശക്തമായ ഒരു ആത്മസാന്നിധ്യം എന്നിൽ വന്നിറങ്ങി. ഞാൻ പിന്തുടർന്ന 38 വർഷം പിന്തുടർന്ന പാരമ്പര്യം എന്നേക്കുമായി ഉപേക്ഷിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും വിശ്വാസ സ്നാനമെടുക്കുവാനും ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു. എൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന ഏലസ് പൊട്ടിച്ചെറിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ദൈവദാസന്മാരുമായി ഞാൻ കോണ്ടാക്ട് ചെയ്തു. എന്നെ തിരക്കി. ഗൾഫിൻ്റെ മേഖലയിൽ ഞാൻ താമസിക്കുന്ന മുറിയിൽ കടന്നു വന്നപ്പോൾ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധവും മദ്യക്കുപ്പികൾ കണ്ടിട്ട് അവർ നാട്ടിലുള്ള ദൈവദാസനോട് പറഞ്ഞു, അവൻ രക്ഷപ്പെടില്ല, അവൻ പാടാണ്, രക്ഷപ്പെടാൻ. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഞാൻ നാട്ടിൽ വന്നു. പുനലൂരിലെ കർത്താവിൻ്റെ ദാസൻ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ്റെ കൈക്കീഴിൽ എൻ്റെ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ, ഭാര്യയോടും അമ്മയോടും ജനിച്ച സമുദായത്തോടും ആരോടും ആലോചന ചോദിക്കാതെ 2/4/2016 പുനലൂർ കല്ലടയാറ്റിൽ പുനലൂർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ പാസ്റ്റർ, അതായത് തോമസ് യോഹനാൻ എന്ന മനുഷ്യൻ്റെ കൈക്കീഴിൽ, ദൈവദാസൻ്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ കർത്താവായ യേശുക്രിസ്തു കാണിച്ച മാതൃകയായ വിശ്വാസ സ്നാനം ഞാൻ സ്വീകരിച്ചു. വിശ്വാസ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് ആവശ്യിച്ചു. പാപത്തെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടായി, നീതിയെക്കുറിച്ച് ബോധമുണ്ടായി, ന്യായവിധിയെക്കുറിച്ച് ബോധമുണ്ടായി. പൊട്ടിക്കരയുവാൻ തുടങ്ങി. അന്ന് വരെ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളെ ഓർത്തോർത്ത് കരഞ്ഞു. കണ്ണുനീർ മണിക്കൂറുകൾ കരഞ്ഞു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ച എൻ്റെ അയൽക്കാരായ ക്രിസ്ത്യാനികളുടെ വീടുകളിൽ പോയി അവരോട് ഞാൻ മാപ്പ് പറഞ്ഞു. എൻ്റെ പാപ സ്വഭാവങ്ങൾ പൂർണ്ണമായും എന്നിൽ നിന്ന് മാറിപ്പോയി. 2 കൊരിന്ത്യർ 5:10 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, ഇതാ പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായിരിക്കും. എൻ്റെ മദ്യപാനം മാറി, സിഗരറ്റ് വലി മാറി, എൻ്റെ ലഹരിയുടെ ഉപയോഗം മാറി, ചീത്ത വിളിക്കുന്ന സ്വഭാവം മാറി, എൻ്റെ കാഴ്ചപ്പാടുകൾ മാറി, മനോഭാവം മാറി. ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നു. പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാൻ തുടങ്ങി. പെന്തക്കോസ്ത് ആരാധനകൾ കടന്നുപോയി. ഉപവാസങ്ങൾ ഇരിക്കുവാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കടന്നു വന്നു. അസാധാരണമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്നു. ദൈവത്തിൻ്റെ വചനം എന്താണെന്നറിയാത്ത ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. വചനത്തിൻ്റെ സത്യങ്ങളെ എനിക്ക് മനസ്സിലാക്കി തന്നു. വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. അന്തിയുറങ്ങുവാൻ ഇടങ്ങളില്ലാതെ അനേക കൂട്ടുകാരുടെ, ദൈവദാസന്മാരുടെ വീടുകളിലും ചർച്ചകളിലും പോയി കിടന്നു. 100 രൂപ എടുക്കാൻ പോലും ഇല്ലാത്ത ദിനങ്ങൾ വിശ്വാസത്തിൻ്റെ ശോധന കടന്നു വന്നു. പ്രിയരെ, വിശ്വാസ ജീവിതം സമ്പന്നതയുടെ ജീവിതമല്ല. കർത്താവിൻ്റെ ദാസനായ അപ്പോസ്തലൻ പറയുന്നു, അനേക കഷ്ടങ്ങളിലൂടെ കടന്നു വേണം നമ്മൾ ദൈവരാജ്യത്തിൽ കിടക്കുവാൻ. എന്തെങ്കിലും നന്മ ആഗ്രഹിച്ചുകൊണ്ട്, പണമോ പ്രശസ്തിയോ ആഗ്രഹിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൽ കടന്നു വന്നാൽ മടങ്ങിപ്പോകേണ്ടി വരും. ഇത് ത്യാഗത്തിൻ്റെ ഒരവസ്ഥയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, വിശ്വാസ സ്നാനം സ്വീകരിച്ച്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ദൈവവചനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി, ആരാധനയ്ക്ക് കടന്നുപോയി. വലിയ സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയി. ഞാനൊരു നല്ല മനുഷ്യനായി തീർന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ വേദനിപ്പിച്ചവരോട് പോയി ഞാൻ മാപ്പ് പറഞ്ഞു. 5 വർഷം കൊണ്ട് ഞാനൊരു പുതിയ മനുഷ്യനായി, പുതിയ സൃഷ്ടിയായി. എന്നെ കാണുന്നവർക്ക് ഞാനൊരു അത്ഭുതമായി മാറി. നഷ്ടപ്പെട്ട സാക്ഷ്യം എനിക്ക് നാട്ടിൽ മടക്കി കിട്ടി. ഞാൻ ജനിച്ച സമുദായത്തിൽ ജനിച്ച പലരും രഹസ്യമായിട്ട് എന്നെ കാണുമ്പോൾ പറയും, എടാ നീയോ രക്ഷപ്പെട്ട്, ഞങ്ങളോ ഇങ്ങനെ ആയിപ്പോയി. സ്തോത്രം. പുനലൂരും ഇളമ്പലും ഒരു തെരുവ് നായെപ്പോലെ, ഒരു ഭ്രാന്തനെ പോലെ, പേ പിടിച്ച പട്ടിയെ പോലെ നടന്ന എന്നെ, ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. 1 മുഴം കയറിലോ, 1 കുപ്പി വിഷത്തിലോ, 1 ലിറ്റർ മണ്ണെണ്ണയിലോ ചീറിപ്പായുന്ന ഏതെങ്കിലും ട്രെയിനിൻ്റെ മുമ്പിലോ അവസാനിപ്പിക്കേണ്ടിയിരുന്ന എൻ്റെ ജീവിതത്തിൽ എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ പാപികളിൽ ഒന്നാമനായിരുന്നു, നരകവാസത്തിന് യോഗ്യനായിരുന്ന എന്നെ ഒരു ദൈവവേദലാക്കി തീർത്തത് ഞാൻ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളിലെ അറിവല്ല. ഈ ലോകത്തിൻ്റെ തത്വശാസ്ത്രങ്ങളോ, ഇസങ്ങളോ, പരിണാമവാദമോ, ബിഗ് ബാങ് തിയറിയോ, ഹിപ്നോട്ടിസമോ, മെസ്മറിസമോ, ആസ്ട്രോളജിയോ, പാൽമിസ്റ്റിയോ, സൈക്കോളജിയോ, സൈക്കാട്രിയോ, യോഗയോ, മെഡിറ്റേഷനോ, കണക്കോ, സയൻസോ ഒന്നുമല്ല പ്രിയരെ.
2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ജഡാവതാരമെടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു ഒരു പാപവും ചെയ്യാതെ പാപിയെന്ന് മുദ്രകുത്തപ്പെട്ട് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ തറയ്ക്കപ്പെട്ടവനായി മുൾക്കിഴയുടെ ധാരിയായി മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായി പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹമാണ് എന്നെ പുതിയൊരു മനുഷ്യനാക്കി തീർത്തത്. കാൽവറിയിൽ നിന്ന് ഇന്നും ആ സ്നേഹത്തിൻ്റെ പ്രവാഹം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പ്രവാഹത്തിലേക്ക് അനേകർ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നു. എന്നെ മാറ്റിയെടുത്ത ആ സ്നേഹം, കാൽവറി ക്രൂസിലെ സ്നേഹം, മാനവകുലത്തിൻ്റെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തം മാനവരാശിയുടെ, മനുഷ്യൻ്റെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ഏക രക്തം. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തു എന്ന നാമം മാത്രം. പ്രിയരെ, എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ഇറങ്ങി വന്ന് കുഞ്ഞേ മകനെ എന്ന് വിളിച്ചെന്നെ ആശ്വസിപ്പിച്ച ആ സ്നേഹമസന്നമായ കർത്താവിൻ്റെ ശബ്ദം ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങും. എൻ്റെ ഭാര്യ വീട്ടിൽ ഇറങ്ങി വന്ന ആക്ഷരികമായ അഗ്നിയായി ഇറങ്ങി വന്ന ആ ദൈവിക സാന്നിധ്യം, ഞാൻ കണ്ട ദൈവിക ദർശനങ്ങൾ, എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ, എൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത് എന്നെ കാണുന്നവർക്ക് ഞാനൊരു അത്ഭുതമായി മാറി. ഇന്ന് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്ന ഈ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചതാണ്. സുവിശേഷത്തിന് വേണ്ടി കവലകളിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി അനേക ഭീഷണികളുണ്ടായി. കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവിനെ കാത്തുപരിപാലിച്ചു. എനിക്ക് ആരോടും വിരോധമില്ല. ഞാൻ സമൂഹത്തിന് ദോഷമാകുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാറില്ല. കർത്താവിനെ ഒരു നല്ല മനുഷ്യനാക്കി തീർത്തു. എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല എന്നും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നുവെന്നും എബ്രായർ 9:27 പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ ഒരിക്കൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് മനസ്സിലായി. തികഞ്ഞ പ്രത്യാശയുള്ളവനായി, സന്തോഷമുള്ളവനായി ഞാനിന്ന് ജീവിക്കുന്നു. എനിക്ക് ഭാര്യ, 9 വയസ്സുള്ള മകൻ, രോഗിയായ അമ്മയുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വേല വിവിധ സ്ഥലങ്ങളിൽ ചെയ്തു വരുന്നു. നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്